കാസർഗോഡിൻ്റെയും മംഗലാപുരത്തിൻ്റെയും ഇടയിലുള്ള തലപ്പാടി ഉച്ചില കണ്ടൽക്കാടുകളിലൂടെ ഞങ്ങൾ നടത്തിയ ഒരു മനോഹരമായ തോണിയാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. പെരുന്നാളിൻ്റെ പിറ്റേന്ന് കുടുംബത്തോടൊപ്പം പെരുന്നാളവധി ആഘോഷിക്കാനാണ് ഞങ്ങളുടെ ഇവിടെ എത്തിയത്. ഞാനൊരു കാസർഗോഡുകാരനായിട്ടും ഇത്രയും അടുത്തുള്ള ഈ ഒരു സ്ഥലം കാണാൻ വൈകിപ്പോയല്ലോ എന്ന ചെറിയ സങ്കടം അവിടെ എത്തിയപ്പോൾ തോന്നി. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഏകദേശം 11 മണിയോടെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പുറത്ത് നല്ല വെയിലായിരുന്നെങ്കിലും കണ്ടൽക്കാടുകളൊരു പന്തൽ പോലെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും ചൂട് തോന്നിയില്ല. നല്ലൊരു ഇളം കാറ്റും തണുപ്പും ആസ്വദിച്ച് ആ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്നത് ശരിക്കും ഒരു പ്രത്യേക അനുഭൂതിയാണ്. പണ്ട് തോണിയിലൊക്കെ കയറിയ ഓർമ്മകളുണ്ടെങ്കിലും ഇവിടുത്തെ യാത്ര തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇതൊരു പ്രൈവറ്റ് സർവീസാണ്. പ്രവാസിയായിരുന്ന ഒരാൾ തൻ്റെ വിശ്രമ ജീവിതത്തിൻ്റെ ഭാഗമായി നടത്തുന്നതാണ് ഈ തോണി യാത്ര. ഒരാൾക്ക് 150 രൂപയാണ് അദ്ദേഹം ചാർജ് ചെയ്യുന്നത്. എന്തായാലും അതിനുള്ള വേർത്ത് ഉണ്ട്. അദ്ദേഹം തോണി തുഴയുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നല്ലൊരു മെയ്വഴക്കം ഇതിന് വേണമെന്ന് അപ്പോഴാണ് മനസ്സിലായത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസോട് കൂടി എനിക്ക് കുറച്ചു നേരം തുഴയാൻ പറ്റി. യാത്രക്കിടയിൽ മീൻ പിടിക്കാൻ വരുന്ന വിവിധ ഇനം പക്ഷികളെയും അതുപോലെ തന്നെ ദൂരത്തായി കുറച്ച് വീടുകളുള്ള ഒരു കൊച്ചു ദ്വീപും നമുക്ക് കാണാം. കടലാക്രമണം കാരണം അവിടെ ചില വീടുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. തീർച്ചയായും ഈ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഒരുപാട് നല്ല ഓർമ്മകളായിരുന്നു.